എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ രാമു പറഞ്ഞ പോലെ 2018 ഞാൻ കേട്ട ഒരു കഥയല്ല, ഒരു ആശയം. അത് തിയേറ്ററിൽ വെച്ച് ആദ്യമായി കേട്ടപ്പോൾ തന്നെ ഇതിലൊരു സിനിമയുണ്ടെന്ന്, ഈ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒന്ന് ഞാൻ സംവിധായകനായിട്ടില്ല, ആദ്യം ചെയ്തിട്ടില്ല, സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന 2 പയ്യന്മാരാണ്. അതിനപ്പുറത്തേക്ക് ഒരു മേൽവിലാസം ഉണ്ടായിരുന്നില്ല. എനിക്ക് അസിസ്റ്റ് ചെയ്തിട്ടുള്ള വലിയ പരിചയങ്ങളില്ല. അതിനുവേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റിംഗ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കൂടെ തന്നെ അറിയാം. അപ്പോൾ സിനിമ ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് ആദ്യമായി സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു കഥ 2018 രാമു തിയേറ്ററിൽ വെച്ച് പറയുന്നു. അന്ന് രാത്രി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായതാണ് രേഖാചിത്രം എന്നുള്ള പേരുൾപ്പെടെയുള്ള ഈ സിനിമയുടെ ഇന്ദ്രൻസേട്ടൻ കഥ പറയുന്നിടത്ത് വരെയുള്ള എപ്പിസോഡ്. പക്ഷെ അതിനുശേഷം ഈ സിനിമ എങ്ങോട്ട് പോകണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ആസിക്കെടുത്ത് അതിൻ്റെ ബേസിക് ഐഡിയ പറഞ്ഞിട്ടുണ്ടാണ്. ആസിക്ക് അത് വർക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അത് വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഈ സിനിമ പല ആൾക്കാരും കൂടെ പോകണം, മമ്മൂക്ക ഉൾപ്പെടെയുള്ള മലയാളത്തിലെ പരൻ സാർ ഉൾപ്പെടെ, ജോൺപോൾ സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിലൂടെ പോകണം എന്നൊരു ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അതൊരിക്കലും എനിക്കൊരു ആദ്യ സിനിമയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടില്ല, അവരൊന്നും സമ്മതിക്കില്ല എന്നറിയുന്നതുകൊണ്ടാണ് അത് 2ാമത്തെ സിനിമയായിട്ട് തന്നെ മാറ്റിവെക്കുന്നതും ആദ്യ സിനിമയായിട്ട് റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം റിലീസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു ഞാൻ ചെയ്യുന്ന 2ാമത്തെ സിനിമ, ചെയ്യാൻ ശ്രമിക്കുന്ന സിനിമ രേഖാചിത്രമാണെന്ന്. റിലീസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 1-1.5 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ 2 പേരും തമ്മിലുള്ള രാമു ഞാൻ തമ്മിലുള്ള യാത്രകൾ ഈ സിനിമയ്ക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലം യാത്ര ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ ഉണ്ടാക്കിയത്. ആ സമയത്താണ് ഒരാളും കൂടി ഇത് വേണം എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുക്കുന്നത്. അതിലേക്ക് ജോണിനെ ഞങ്ങൾ വിളിക്കുന്നത്. ജോൺ കൂടി ചേർത്തിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ബാക്കി തിരക്കഥ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു കഥാരൂപമായി കഴിഞ്ഞ സമയത്ത് ആദ്യം മമ്മൂക്കയോട് പറഞ്ഞു, മമ്മൂക്ക സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഈ സിനിമ സംഭവിക്കുള്ളൂ എന്ന് അറിയുമായിരുന്നു. മമ്മൂക്ക സമ്മതിച്ചു. അതിനുശേഷം ജോൺപോൾ സാറ് സംസാരിച്ചു. ജോൺപോൾ സാറ് മരിച്ചിട്ടില്ല, അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഈ സിനിമയിൽ ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാവരുമായിട്ടും, അതിൽ മരിച്ചുപോയ പരൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കുടുംബത്തോടൊക്കെ സംസാരിച്ച ശേഷം ഇവരുടെയൊക്കെ നോട്ട്സ് എടുക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സിന് ശേഷമാണ് ഞങ്ങൾ ഈ സിനിമയുടെ തിരക്കഥ എഴുതി തുടങ്ങിയത്. തിരക്കഥ എഴുതി കഴിഞ്ഞ ശേഷം എഴുതി കഴിഞ്ഞ സമയത്താണ് ഈ സിനിമയ്ക്ക് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ബഡ്ജറ്റ് വരും. അതിനൊപ്പം തന്നെ സിനിമയുടെ അവസ്ഥ, ഞാൻ റിലീസ് ചെയ്യുന്ന സമയത്തിന് ശേഷം ഒരു വലിയ കാലയളവിൽ എല്ലാ സിനിമയ്ക്കും നല്ല രീതിയിൽ OTT ബിസിനസ് ഉൾപ്പെടെ നടത്തുന്നു, എല്ലാ സിനിമകളും സേഫ് ആവുന്നു എന്നുള്ള അവസ്ഥയിൽ ഞങ്ങൾ എഴുതി തുടങ്ങിയ സിനിമ. ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു സിനിമയ്ക്കും കച്ചവടം നടക്കില്ല, ഭയങ്കര റിസ്ക്കാണ്, സിനിമ നിർമ്മിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ് എന്നുള്ള അവസ്ഥയിലേക്ക് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ സിനിമയുടെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾക്കുണ്ടാകുന്ന ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് കണ്ട് ശീലിച്ചിട്ടുള്ള ത്രില്ലറല്ല. സെക്കൻഡ് ഹാഫിൽ കൂടുതൽ കുറച്ചും കൂടി സ്ലോ ഫേസിൽ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ എത്രത്തോളം ഇതുപോലെ കളക്ഷൻ വരുമോ എന്നുള്ള ഞങ്ങൾക്ക് ഇതിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പറയണം എന്നുള്ളത്. പക്ഷെ പുറത്തുനിന്ന് കേൾക്കുന്ന സമയത്ത് അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആലോചന വഴിയാണ് ഞാൻ വേണു സാറിലേക്ക് എത്തുന്നത്. അത് നന്ദി പറയാനുള്ള വേണു സാറാണ്. വേണു സാറ് ഈ സിനിമ കേൾക്കുന്ന സമയത്ത് ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഈ സിനിമ ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെന്റ് എനിക്ക് തോന്നുന്നു. അതിനുശേഷം മാനേജർ പറഞ്ഞത് വേണു സാർ ഓക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റാണ്, ആ സിനിമ നമ്മൾ ചെയ്യുന്നു, നമുക്കത് സമയത്ത് അത് അദ്ദേഹത്തിൻ്റെ ഉള്ളൊരു തിയേറ്റർ ജഡ്ജ്മെന്റിന്റെ ഒരു വിജയമാണ്. കാരണം ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് കേൾക്കുന്ന സമയത്ത് ഈ സിനിമ തിയേറ്ററിൽ വിജയിക്കുമെന്ന് ജഡ്ജ് ചെയ്യാൻ കുറച്ച് ടഫാണ്. അതൊരു സ്ലോ ബേസ്ഡ് സിനിമയാണ്. പല ആൾക്കാർക്കും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഡ്രാഫ്റ്റ് വായിച്ച സമയത്തുണ്ടായിരുന്നു. പക്ഷെ അതിനെ പൂർണ്ണ സമ്മതത്തോടുകൂടി ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങളൊരു ടീമായിട്ട് ഒരു വലിയ ബഡ്ജറ്റിലേക്കൊന്നും പോവാതെ ഈ സിനിമ തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. തീർക്കാൻ ഞങ്ങളെ സാധിച്ചു എന്ന് പറയുന്ന സമയത്ത് അതിന് പറയുന്ന ഒരുപാട് പേരോട് എന്ത് പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, സിനിമ നടക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റുകൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റുകൾ ക്യാരമിലിരിക്കുകയാണ് എന്നുള്ള സംഭവം ഒരുപാട് ചാനലുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള സമയത്ത് അതിന് നേരത്തെ എത്തിയിട്ടുള്ള കാര്യമേ ഉണ്ടായിട്ടുള്ളൂ. ഒരാളും പോലും വൈകിട്ടില്ല. എല്ലാ ദിവസവും രാത്രി 9 വരെ ഷൂട്ട് ചെയ്യും, ചില ദിവസം 2 മണിക്ക് ഷൂട്ട് ചെയ്യും, പിറ്റേ ദിവസം 8 മണിക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്തും
എല്ലാവരും എല്ലാ സമയത്തും ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ മനോജേട്ടൻ മുതൽ സീനിയറായിട്ടും മനോജേട്ടൻ മുതൽ അനശ്വരം മുതൽ ആസിഫ് മുതൽ എല്ലാവരും ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൃത്യമായിട്ടൊരു ദിവസം എടുത്ത് പറയാനുണ്ടായിരുന്നു, ഒരു പെരുന്നാൾ ദിവസം രാവിലെ 7 മണിക്ക് പള്ളിയിൽ പോകാതെ ആസിക്ക വന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ഈ സിനിമയായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഞങ്ങൾക്കൊരു ഈ പറയുന്ന 60 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുകയും ഇത്രയും 90 ലൊക്കേഷനുള്ള സിനിമ 60 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുകയും അതിന് എല്ലാവരും ഉപയോഗിക്കുന്ന എല്ലാവരോടും എനിക്ക് നന്ദി പറയാറുണ്ട്. ഒരുപാട് ദീർഘിക്കുന്നില്ല. എനിക്കിതിൽ ഏറ്റവും നന്ദി പറയാനുള്ള 2 ആൾക്കാരും ആൻഡ്രോ ചേട്ടൻ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹത്തെ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മമ്മൂട്ടി മോഹൻലാൽ സിനിമയിൽ രണ്ടുപേരും കൂടെ ഒപ്പം അഭിനയിക്കുന്ന ദിവസമായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുന്നു, മമ്മൂട്ടിയോട് നന്ദി അറിയിക്കുന്നു. ഇവിടെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത് എന്നോടൊപ്പം ടീമായിട്ട് വന്നിട്ടുള്ള എല്ലാവരോടും താങ്ക് യു.